ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഉച്ചയ്ക്ക് ആയില്ലേ? വിശപ്പിൻ്റെ സൈറണൊക്കെ മുഴങ്ങി തുടങ്ങിയോ? ഞാനിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മോര് കറിയും പിന്നെ ബീഫ് ഫ്രൈ ആണ് കാണിക്കുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിനായിട്ട് ഒരു പീസ് കുമ്പളങ്ങ നന്നായിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ പച്ചമുളക് 2 കീറിയതും കൂടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്, ഇത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം മതി കേട്ടോ. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുമ്പളങ്ങ അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവാൻ വയ്ക്കുക. ആ സമയത്തിൽ തന്നെ നമ്മുടെ തേങ്ങ ചിരകിയതും പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം കേട്ടോ, ചെറിയ ജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ചെറിയ ജീരകം, പിന്നെ 2 ഉള്ളി കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ആ അരപ്പിലേക്ക് നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു പാക്കറ്റ് അങ്ങനെയൊക്കെ തന്നെ ഒഴിക്കലാണ്. ശക്തിയുടെ തൈര് ഞാൻ എടുക്കില്ല, അതാകുമ്പോൾ പുളി കുറച്ച് കുറവായിരിക്കും. അങ്ങനെ നമ്മുടെ ഇവിടെ കുമ്പളങ്ങ വെന്ത് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളക്കാൻ സമ്മതിക്കരുത് കേട്ടോ, തിള വരരുത്. അതിന് മുൻപ് തന്നെ ഓഫ് ചെയ്യണേ, അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് പിരിഞ്ഞു പോകും. അങ്ങനെ അതിലേക്ക് നമ്മളിനി താളിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും കൂടി താളിച്ച് അതിലേക്ക് ഒഴിച്ചാൽ ആഹാ എന്ത് രസമാണ് കാണാൻ മോര് കറി അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് ഫ്രൈ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ, ഒരു 1/4 കിലോ ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിടുക. പിന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ അതെടുക്കുക. എൻ്റെ കയ്യിൽ തീർന്നു പോയതുകൊണ്ട് ഗരം മസാലയിലേക്കുള്ള സാധനങ്ങളൊക്കെ, അതായത് സ്പൈസസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാളയും. അപ്പോൾ സവാള, പിന്നെ നമ്മൾ വലിയ ജീരകം, കറുവപ്പട്ട, കുരുമുളക് ഇതെല്ലാം കൂടി നന്നായിട്ട് ക്രഷ് ചെയ്തത്, പിന്നെ വിനേഗറും കൂടി ഒഴിച്ചിട്ടാണ് അതൊന്ന് ക്രഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് കുഴച്ച് അത് മിക്സിയിലിട്ട് 2-3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആ ബീഫ് അങ്ങോട്ടിട്ട് നന്നായിട്ട് അങ്ങ് കണ്ടോ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ എല്ലാം സെറ്റാണ് കേട്ടോ. നമുക്ക് ക്വിക്കായിട്ട് ഉണ്ടാക്കാവുന്ന 2 കിഡിലും കോമ്പിനേഷനാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ ടു എവ്രിവൺ. ടേക്ക് കെയർ. ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം കേട്ടോ.